അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മലർവനി പാഠപുസ്തകത്തിലെ 14-ാം അധ്യായത്തിലേക്ക് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് ദാൽ എന്ന അക്ഷരമാണ് നാം പഠിക്കുന്നത്. ആദ്യം എങ്ങനെയാണ് ദാൽ എന്ന അക്ഷരം എഴുതുന്നത് എന്ന് നമുക്ക് പരിശീലിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് സ്ക്രീനിലേക്ക് നോക്കൂ. ഇതാണ് ദാൽ. ഒന്നുകൂടി നമുക്ക് എഴുതി നോക്കാം. ദാൽ. ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഒരു ഗേറ്റാണ് നാം കാണുന്നത്. അറബിയിൽ ഗേറ്റിന് പറയുന്നത് ദർബ് എന്നാണ്. ദർബ് എന്ന് എഴുതുമ്പോൾ അതിലെ ആദ്യത്തെ അക്ഷരം ദാൽ. ഇതാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്കൂ. ദാൽ എന്ന അക്ഷരത്തിന് വിവിധ ഹർക്കത്തുകൾ നൽകിയിരിക്കുന്നു. നമുക്കിത് വായിക്കാം. ദ, ദി, ദു, ദ്. കൂട്ടുകാരെ, ഇവിടെ 3 കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കോളത്തിലുള്ളത് നമുക്ക് വായിക്കാനുള്ളതാണ്, റീഡ്. അതിൻ്റെ താഴെ എഴുതിയ അക്ഷരങ്ങൾ നിങ്ങൾ വായിച്ചു പഠിക്കണം. രണ്ടാമത്തെ കോളത്തിലുള്ളത് കുത്തുകളെ കൊണ്ട് എഴുതിയ അക്ഷരമാണ്. നിങ്ങൾ അതിന് മുകളിലൂടെ പെൻസിൽ വെച്ച് എഴുതി ആ അക്ഷരം എഴുതി പരിശീലിക്കണം. മൂന്നാമത്തെ കോളത്തിൽ റൈറ്റ്. നിങ്ങൾ സ്വന്തമായി ഈ അക്ഷരം എഴുതി പരിശീലിക്കണം. ഇത് നോക്കൂ. ഇവിടെ പല അക്ഷരങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നാം ഇപ്പോൾ പഠിച്ച ദ, ദി, ദു, ദ് എന്നീ അക്ഷരങ്ങൾ കണ്ടെത്തി അതിന് വൃത്തം വരക്കണം. ഇവിടെ 4 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. ബദഅ, ദിസ്റുൻ, ദുബിറ, ബദ്റുൻ. ഈ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഒരു കാര്യം കൂടി പറയാം. 1 എന്നതിന് ഇംഗ്ലീഷിൽ 1 എന്നാണ് പറയുന്നത്. നിങ്ങളത് പഠിച്ചു കാണും. എന്നാൽ അറബിയിൽ 1 എന്ന അക്കത്തിന് പറയുന്നത് വാഹിദ് എന്നാണ്. അത് എഴുതുന്നതോ ഇതേപോലെയാണ്. 2 എന്ന അക്കത്തിന് ഇംഗ്ലീഷിൽ 2 എന്നാണ് പറയുന്നത്. അറബിയിൽ അതിന് പറയുന്നത് ഇസ്നാൻ എന്നാണ്. 1-ന് വാഹിദ്, 2-ന് ഇസ്നാൻ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം, നന്നായി ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.